നിങ്ങൾ സ്ക്രീൻ പ്ലേ കൊടുക്കാൻ 3 മാസം ലേറ്റായ സമയത്ത് നിങ്ങളുടെ സിനിമ നടക്കാനുള്ള സാധ്യത വീണ്ടും 3 വർഷം ലേറ്റ് ആയിരിക്കുകയാണ്. ആ ഒരു സിറ്റിംഗിൽ തന്നെ നിങ്ങളുടെ ആ കഥ അവരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിയിട്ട് ഓൺ ദ സ്പോട്ടിൽ ഡേറ്റ് മേടിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസഡ്വാൻറ്റേജസും കവർ ചെയ്യും. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് തിരക്കഥ എഴുതുന്നതിൽ എഫേർട്ടും ടൈമും കുറച്ചധികം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ അമലക്ഷയ്. പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഒരു ആർട്ടിസ്റ്റിൻ്റെ അടിക്കലോ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടിക്കലോ കഥ പറയാനായിട്ട് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് തിരക്കഥ എഴുതി കൈ കരുതേണ്ട ആവശ്യമുണ്ടോയെന്ന്. അതായത് അവർ ചോദിക്കുന്നത്, ആദ്യം പോയി ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റിന് ആ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പിന്നീട് തിരക്കഥ എഴുതി സബ്മിറ്റ് ചെയ്താൽ പോരെ എന്നാണ്. അപ്പോൾ തുടക്കക്കാരാണ് ഇങ്ങനെ കൂടുതലും ചോദിക്കുന്നത്. അവരെങ്ങനെ ചോദിക്കുന്നതിന് നമുക്ക് ഒരിക്കലും കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം എന്താണ്, ഒരുപാടധികം ആൾക്കാർ അവരുടെ എഫേർട്ടും ടൈമും ഒക്കെ ഇട്ടിട്ട് ഇത്തരത്തിൽ തിരക്കഥയൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിനോട് കൊടുക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റിന് വർക്കായില്ല അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന് വർക്കായില്ല എന്ന് പറഞ്ഞിട്ട് അത് സിനിമയാക്കാതെ ഇന്നും പെട്ടിയിലിരിക്കുന്ന കഥകൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ഒരു കേസിൽ തുടക്കക്കാർ ഇങ്ങനെ ഒരു ഈസി വേ കണ്ടെത്തുന്നതിൽ നമുക്ക് ഒരിക്കലും അവരെ തെറ്റ് പറയാനായിട്ട് പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഒരു ടൈപ്പ് ആൾക്കാരാണ്, അതായത് അവരവരുടെ കഴിവിലും അവരുടെ ആ ഒരു തിരക്കഥയിലും കണ്ടന്റിലും എല്ലാം വിശ്വസിച്ചിട്ട് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് ടൈം ഇട്ടിട്ട് തിരക്കഥ മുഴുവൻ എഴുതി കംപ്ലീറ്റ് ചെയ്യും, ഡയലോഗ് ഉൾപ്പെടെ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതെല്ലാം കോപ്പിറൈറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ പല ആർട്ടിസ്റ്റിനെയും കണ്ട് കഥ പറയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ 1-2 ആർട്ടിസ്റ്റിനെയും 1-2 പ്രൊഡ്യൂസേഴ്സിനെയും കണ്ട് കഥ പറയുന്ന സമയത്ത് അവിടെ റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ആ ഒരു കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആ തിരക്കഥ പൂട്ടി വെച്ചിട്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഈ 2 രീതികൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ 2 രീതിയിലും അഡ്വാൻറ്റേജസിനേക്കാളും കുറേ അധികം ഡിസ്അഡ്വാൻറ്റേജസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു 2 മെത്തേഡിന് നടുവിലായിട്ടൊരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. ആ ഒരു സ്വീറ്റ് സ്പോട്ട് കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ കുറേ അധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് സ്വീറ്റ് സ്പോട്ട്, എങ്ങനെയായിരിക്കണം അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, ആർട്ടിസ്റ്റിനോട് കഥ പറയാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കഥ വേണോ തിരക്കഥ വേണോ, എങ്ങനെയായിരിക്കണം നിങ്ങൾ അത് അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനൊപ്പം തന്നെ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് തിരക്കഥ എഴുതാൻ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എഫേർട്ടിനെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു കുറുക്ക് വഴി, ഇന്നത്തെ പല റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കുറുക്ക് വഴി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നിങ്ങളൊരു ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറയാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഞാൻ ആവശ്യമുണ്ടെന്നോ ഇല്ലെന്നോ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് പോകാം. നിങ്ങൾ കുറേ നാളത്തെ എഫേർട്ട് ഇട്ട് ഒരു ആർട്ടിസ്റ്റിനെ കാണാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ കഥ പറയാൻ കിട്ടിയ ആർട്ടിസ്റ്റാണ് ലാലേട്ടൻ. അപ്പോൾ ലാൽ സാറിനെ കണ്ടിട്ട് കഥ പറയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നേരെ ലാൽ സാറിൻ്റെ കാരവാനിലേക്ക് കയറുന്നു. കാരവാനിൽ കയറിയിട്ട് കഥ പറയാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ കഥ പറഞ്ഞിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ സാർ ഭയങ്കര ഇമ്പ്രസ് ആയി. അതായത് പുള്ളി ഇന്ന് വരെ കേട്ടതിൽ ഏറ്റവും ഗംഭീര കഥ. അപ്പോൾ പുള്ളി പറഞ്ഞ്, കൊള്ളാം മോനെ, കഥ നന്നായിട്ടുണ്ട്, സ്ക്രിപ്റ്റ് കയ്യിലുണ്ടോ? പുള്ളി അങ്ങനെ ചോദിച്ച സമയത്ത് നിങ്ങൾ പറയും, അയ്യോ ലാലേട്ടാ, സ്ക്രിപ്റ്റ് റെഡി ആയിട്ടില്ല, പെട്ടെന്ന് തീർത്ത് തരാമെന്ന് പറയുകയാണെങ്കിൽ പുള്ളി പറയും, ഓക്കെ മോനെ, അത് നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് വാ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളുടെ കഥ ഇഷ്ടമാണെന്ന് ലാൽ സാറ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നിങ്ങളോട് തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വരാനും പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ശരിക്കും പവറായില്ലേ, നേരെ വീട്ടിലേക്ക് പോയിട്ട് ഊണുമില്ല, ഉറക്കവുമില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല, നിങ്ങൾ ആ ഒരു തിരക്കഥയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഒരു 1-2 മാസത്തിൽ, അതായത് ഒരു ആവറേജ് റൈറ്ററിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 മുതൽ 2 മാസം വരെ എടുത്തിട്ടായിരിക്കും ഇത്തരത്തിൽ ആ ഒരു തിരക്കഥ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഒരു ഹൈ ക്വാളിറ്റി തിരക്കഥ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ലാൽ സാറിനെ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പുള്ളി നാട്ടിലില്ല. പുള്ളി എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിന് പോയേക്കാണ്, വിദേശത്താണ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണാനും തിരക്കഥ കൊടുക്കാനും പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ നിങ്ങൾ വീണ്ടും 1 മാസം കൂടെ വെയിറ്റ് ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ലാൽ സാർ ദാ വീണ്ടും കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളത്തിലേക്ക് എത്തിയ സമയത്ത് ഈ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 2 ആഴ്ചത്തേക്കോ അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്കൊക്കെ ആയിരിക്കും വരുന്നത്. ഈ ഒരു സമയത്ത് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിപാടികൾ കാണും. നേരത്തെ ബുക്ക് ചെയ്തതും അല്ലാത്തതും പെട്ടെന്നുണ്ടാകുന്നതായിട്ടുള്ള കുറേയധികം പ്രോഗ്രാംസ് വരും. ഈ പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് അതിനേക്കാളും ഒക്കെ പ്രയോറിറ്റി കുറവായിരിക്കും നിങ്ങളുടെ സ്ക്രീൻ പ്ലേ കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻറ്റ് തരിക എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റണമെന്നില്ല. ആ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് തീർന്നിട്ട് ലാൽ സാർ വീണ്ടും ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത ഷെഡ്യൂൾ ബ്രേക്ക് എന്നാണോ, അത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞോ ആയിരിക്കാം. അത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 6 മാസത്തിന് ശേഷമാണ്, കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ലാൽ സാറിൻ്റെ അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതെന്ന് കരുതുക. അടുത്ത അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ നേരെ തിരക്കഥയൊക്കെ ആയിട്ട് സാറിനെ ചെന്ന് കാണുന്നു. സാറിന് തിരക്കഥ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സെറ്റാണ്, സാറിന് ഓൾറെഡി കഥ ഇഷ്ടമായിരുന്നു, നിങ്ങളിപ്പോൾ തിരക്കഥയും കൊടുത്തിട്ടുണ്ട്, പടം ഓണായെന്ന്. എന്നാൽ ഇവിടെ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ട് 6 മാസമായില്ലേ, ഈ 6 മാസത്തിനിടയ്ക്ക് ലാൽ സാറിനോട് ഒരു മിനിമം ഒരു 25 പേരെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ 20-25 കഥകളിൽ എല്ലാ കഥയൊന്നും വേണ്ട, വെറും 3 കഥ നിങ്ങളുടെ കഥയെക്കാളും ബെറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളെ കഥയെക്കാളും കൂടുതൽ ലാൽ സാറിനെ ആ 3 കഥകളും ഇംപ്രസ് ചെയ്യിച്ചിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ 3 ആൾക്കാരും ഓൺ ദ ടൈം അപ്പോൾ തന്നെ കഥ പറഞ്ഞിട്ട് സ്ക്രീൻ പ്ലേയും കൊടുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡേറ്റ് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണല്ലേ. അപ്പോൾ അങ്ങനെ ഡേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പടത്തിന് വേണ്ടിയിട്ട്, ഒരു
വർഷം കൂട്ടിക്കോ, ഞാൻ വെറുതെ ഒരു റാൻഡം പറയുകയാണ്, 1 വർഷമാണെങ്കിൽ 3 വർഷം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് പോയി കഴിഞ്ഞു. നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന ഡേറ്റ് 3 വർഷം ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങൾ സ്ക്രീൻ പ്ലേ കൊടുക്കാൻ 3 മാസം ലേറ്റായ സമയത്ത് നിങ്ങളുടെ സിനിമ നടക്കാനുള്ള സാധ്യത വീണ്ടും 3 വർഷം ലേറ്റായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഥ മാത്രമായിട്ട് പോയി ഒരു ആർട്ടിസ്റ്റിനോട് പറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് കരുതുക. ഭാഗ്യത്തെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ പോളിസി. എങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 6 മാസത്തിനിടയ്ക്ക് കുറേയധികം പേര് വന്ന് കഥ പറഞ്ഞു, എന്നാൽ അവരുടെ ആരുടെയും കഥ അത്ര ഗംഭീരമല്ലായിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലും 6 മാസം കഴിഞ്ഞ് നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ തിരക്കഥ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അന്ന് ആർട്ടിസ്റ്റിന് അത് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് തിരക്കഥ വായിക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടണം എന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു പ്രശ്നമാണ് ആ സാധ്യത. കാരണം ട്രെൻഡ് മാറാം, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലുള്ള രീതികളൊക്കെ തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, കഥ നിങ്ങൾ നല്ലപോലെ എഴുതി, നിങ്ങൾ തിരക്കഥ എഴുതിയ സമയത്ത് തിരക്കഥയിൽ കുറേ പാളിച്ചകൾ ഉള്ളത് കൊണ്ട് തിരക്കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ഇങ്ങനെ കുറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു ആർട്ടിസ്റ്റിനെ കാണാനാണെങ്കിലും ഒരു ഒറ്റ സിറ്റിംഗ് ആയിരിക്കും കിട്ടുക. ആ ഒരു ഒറ്റ സിറ്റിങ്ങിൽ തന്നെ നിങ്ങളുടെ കഥ സീൻ ബൈ സീൻ കഥ പറഞ്ഞ് ഇംപ്രസ് ചെയ്യിക്കാനും, അങ്ങനെ ഇംപ്രസ് ചെയ്യിച്ച് അവർക്ക് കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിരക്കഥ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പം തന്നെ തിരക്കഥ കൊടുക്കാനും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ഒരു സിറ്റിങ്ങിൽ തന്നെ നിങ്ങളുടെ ആ കഥ അവരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിയിട്ട് ഓൺ ദ സ്പോട്ടിൽ ഡേറ്റ് മേടിക്കാനായിട്ട് പറ്റണം. നിങ്ങളുടെ ഈ കഥ മാത്രമേ ഉള്ളൂ, തിരക്കഥ ഇല്ലാതെ അവർക്ക് ഡേറ്റ് തരാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ തിരക്കഥ ഉണ്ടെന്നും എല്ലാം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒന്നും ലേറ്റ് ആവുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ സിറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന്, അതായത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ കിട്ടാനൊന്നും ഒരു പാടുമില്ല. ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസറിനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കാനായിട്ട് പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പടം എത്രയും പെട്ടെന്ന് ഓൺ ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറയാൻ പോകുന്ന സമയത്ത് തിരക്കഥ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അതിന് ഉത്തരം കിട്ടിയില്ലേ? തിരക്കഥ വേണം. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ രണ്ടാമത്തെ ടീം, അതായത് സ്വന്തം കഴിവിലും സ്വന്തം ഇതിലും എല്ലാം വിശ്വസിച്ചുകൊണ്ട് കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് കഥ പറയാൻ പോകുന്ന ആൾക്കാർ, ഇവർ കറക്റ്റാണോ? ഇവർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെയും ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യത്തെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞില്ലേ, ആ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന കുറേയധികം ആൾക്കാർ കാണും. അവരിപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് തിരക്കഥയെല്ലാം എഴുതി ഒരു ആർട്ടിസ്റ്റിനോട് പോയി കഥ പറഞ്ഞു. കഥ പറയുന്ന സമയത്ത് പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇത്രയും എടുത്ത് എഫേർട്ട് വേസ്റ്റ് അല്ലേ എന്നുള്ളത്. അപ്പോൾ അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കഥയിലും നിങ്ങളുടെ കണ്ടന്റിലും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ മറ്റൊരാളെങ്ങനെ നിങ്ങളെ വിശ്വസിക്കും? ഒരു 100 ആർട്ടിസ്റ്റ് റിജക്റ്റ് ചെയ്തോട്ടെ, നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കഥയാക്കുക, അതിനെ പിന്നീട് തിരക്കഥയാക്കുക. അങ്ങനെ തിരക്കഥയാക്കിയിട്ട് തന്നെ ഒരു ആർട്ടിസ്റ്റിനെ കാണാനായിട്ട് പോവുക. ആ തിരക്കഥ നിങ്ങളുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ, അത് കാണുമ്പോൾ തന്നെ ആർട്ടിസ്റ്റിന് മനസ്സിലാവും, ഓക്കെ ഇയാൾ ഇതിൽ കുറേ എന്തൊക്കെയോ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഒരു തിരക്കഥ തയ്യാറാക്കി അയാൾ വരില്ല എന്ന ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. നിങ്ങളുടെ ഇത് നേരെ തിരക്കഥയൊന്നുമില്ല, നിങ്ങൾ വെറും കഥയായിട്ടാണ് പോകുന്നതെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ആർട്ടിസ്റ്റിന് മനസ്സിലാവും പണിയൊന്നും എടുത്തില്ല, വെറുതെ ഒരു തട്ടിക്കൂട്ട് കഥയായിട്ട് വന്നേക്കാണെന്നൊരു ജഡ്ജ്മെൻറ്റ് മുൻപിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രീ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാതിരിക്കാൻ തിരക്കഥ ഉള്ളത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങളൊരു തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്തു, ആ തിരക്കഥയായിട്ട് നിങ്ങളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പിച്ച് ചെയ്തപ്പം ആ ഒരു ആർട്ടിസ്റ്റിന് അത് വർക്ക് ചെയ്തില്ല. അതിനർത്ഥം നിങ്ങളുടെ കഥ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടന്റ് മോശമാണെന്നല്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജിത്തു ജോസഫ് ആദ്യം പോയിട്ട് മമ്മൂക്ക ഇടിക്കലാണ് ആ ഒരു ദൃശ്യത്തിൻ്റെ കഥ പിച്ച് ചെയ്തത്. മമ്മൂക്കയ്ക്ക് അത് വർക്ക് ആവാത്തതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ദൃശ്യത്തിൻ്റെ കഥ മോശമല്ല. മനസ്സിലായില്ലേ? അപ്പം മറ്റൊരു ആർട്ടിസ്റ്റിന് അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കണ്ടന്റ് ഒരു ആർട്ടിസ്റ്റിന് വർക്ക് ആവാതിരിക്കാം. അപ്പം ഒരാളോട് നിങ്ങൾ പറഞ്ഞു, അയാൾക്കത് വർക്കായില്ലെങ്കിൽ മറ്റ് വർക്കാവുന്ന ആൾക്കാരെ കണ്ടെത്തുക, അവരോട് പിച്ച് ചെയ്യുക. അതിന് കുറച്ച് സമയം എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു പെർസീവറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് നമുക്ക് പോവാം. ആ ഒരു രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എന്താണ്, ഒരു മടിയില്ലാത്ത തൻ്റെ കണ്ടന്റിൽ വിശ്വാസമുള്ള പല റൈറ്റേഴ്സും തിരക്കഥയും എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു. ഇവിടെ നമുക്ക് ആ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനിലേക്ക് പോകാം. നിങ്ങളൊരു ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു, കണ്ട് കഥ പറയുന്നു, കഥ ഇഷ്ടപ്പെട്ട് ഗംഭീരമാണ്, തിരക്കഥ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ തിരക്കഥ എടുത്ത് കൊടുക്കുന്നു. തിരക്കഥ കണ്ടപ്പോൾ തന്നെ ആർട്ടിസ്റ്റ് അതിന് കൺവിൻസ് ആയി, ഓക്കെ ഇവന് പണിയെല്ലാം അറിയാമെന്ന് പറയുന്നു. ഉടനെ നിങ്ങൾക്ക് ഡേറ്റ് തരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഡേറ്റ് തരികയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഉടനെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആവുന്നു. എന്നാണോ നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നത്, ആ ദിവസത്തിൽ നിന്ന് ഒരു 3 മാസം മുമ്പായിരിക്കും ശരിക്കും ആ ഒരു സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് മുഴുവൻ വീഡിയോസും കണ്ടു നോക്കാനും പഠിക്കാനും പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി തിരക്കഥ എഴുതി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ തിരക്കഥ വായിച്ച് നോക്കിയിട്ട് അതിൽ പല സജഷൻസും പല കറക്ഷൻസും വരുത്താനായിട്ട് പലരിൽ നിന്നും നിങ്ങൾക്ക് സജഷൻസ് കിട്ടും. അത് ഒരുപക്ഷെ ഡയറക്ടർ, നിങ്ങളല്ല ഡയറക്ടർ, മറ്റൊരാളാണ് ഡയറക്ടറെങ്കിൽ ഡയറക്ടർ നിങ്ങൾക്ക് കുറേ സജഷൻ തരും. ഇത് മാറ്റിയാൽ നന്നായിരിക്കും, അങ്ങനെ മാറ്റാം, ഇങ്ങനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി അതല്ല ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് കുറേ അധികം സജഷൻസ് വരും, അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, അതായത് നിങ്ങളുടെ തിരക്കഥ നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അത് സിനിമ ആവാതെ പെട്ടി തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ അത് സിനിമ ആവാം.
ഇനി സിനിമ ആയാൽ പോലും എന്ത് സംഭവിക്കും, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സാധനത്തിൽ പലതിലും മാറ്റം വരാം, അതൊരു ഫൈനൽ പ്രോഡക്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു തിരക്കഥ എഴുതിയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ ടൈം എടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡയലോഗ് എഴുത്താണ്. അതായത് വെറുതെ ഒരു സീൻ എഴുതി പോകുന്നതല്ല, അവിടെ ശരിക്കും കഥാപാത്രങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, അവരുടെ റിയാക്ഷൻ എന്താണെന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് ഡയലോഗ് എഴുതുന്നതിൽ കുറേയധികം ടൈമും എഫേർട്ടും എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ, ഒരു തിരക്കഥ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ അതിൽ സീനുകളിൽ ചേഞ്ചസ് വരുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പൊളിയുന്ന ഡയലോഗാണ്. അങ്ങനെ പൊളിയുമെന്ന് ഉറപ്പുള്ള ഒരു സാധനം, ആ ഒരു സാധനത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയധികം ടൈം കൊടുത്ത് ഡയലോഗ് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊരു തിരക്കഥ എഴുതി തയ്യാറാക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഡയലോഗ് ഭാഗം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനല്ല, നിങ്ങളുടെ ആ ഒരു സ്ക്രീൻ പ്ലേ നിങ്ങളൊരു ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോൾ അയാൾ വായിച്ച് നോക്കാൻ നേരം ആ പറയുന്ന കഥകളുടെ കണക്ഷൻസ് ബ്രേക്ക് ആവാത്ത രീതിയിൽ ആവശ്യമുള്ള ഡയലോഗുകൾ മാത്രം എഴുതിയിട്ട് ബാക്കി ഡയലോഗുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു സ്ക്രീൻ പ്ലേ തയ്യാറാക്കാം. അങ്ങനെ നിങ്ങൾ സ്ക്രീൻ പ്ലേ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആർട്ടിസ്റ്റ് നിങ്ങളോട് സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ പ്ലേ എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ ഒരു ആർട്ടിസ്റ്റ് ഡേറ്റ് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് അതിൻ്റെ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഈ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് എന്തായാലും ആ പറഞ്ഞ ഡയലോഗുകളെല്ലാം പോകും, പുതിയ സീനുകൾ കയറും. അന്നേരം ഫൈനൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ അതിൽ ഡയലോഗ്സ് ആഡ് ചെയ്താൽ മതിയാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ശരിക്കും വേണ്ടത് നിങ്ങളൊരു ആർട്ടിസ്റ്റിനോട് കഥ പറയാൻ പോകുന്ന സമയത്ത് സീൻ ബൈ സീൻ എന്ത് നടക്കുന്നുള്ള ആ ഒരു സീൻ ഓർഡർ ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ മിനിമം വേണ്ട ഒരു സാധനം. അങ്ങനെ അതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡയലോഗ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഡയലോഗിൻ്റെ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസഡ്വാൻറ്റേജസും കവർ ചെയ്യും. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് തിരക്കഥ എഴുതുന്ന എഫേർട്ടും അല്ലെങ്കിൽ ആ ഒരു ടൈമും കുറച്ചധികം കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ പല സുഹൃത്തുക്കളും എനിക്ക് നേരിട്ട് അറിയാവുന്നവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു രീതിയിലാണ് തിരക്കഥ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, എഴുത്തെന്ന് പറയുന്നത് പലർക്കും പല രീതിയാണ്, പലർക്കും പല ശൈലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് യോജിച്ച മെത്തേഡ് ഏതാണോ അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാനുണ്ട്. സാധാരണ ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം തന്നെ ചെയ്യുക. അതായത് ചാനൽ വളരുന്നതിനൊപ്പം നിങ്ങൾ ഞാനും ഒരുമിച്ച് വളരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും